ലിപ്സ്റ്റിക്ക് ഇടാൻ ആഗ്രഹമില്ലാത്ത കുട്ടികളുണ്ടാവില്ല. എന്നാൽ ഇപ്പോൾ ലിപ്സ്റ്റിക്കിൻ്റെ സൈഡ് എഫക്ട്സും കാര്യങ്ങളും അറിയുന്നത് കൊണ്ട് തന്നെ നമുക്ക് പലർക്കും അത് വാങ്ങിക്കൊടുക്കാനും പേടിയാണ്. എന്നാൽ ഇന്ന് വീട്ടിൽ തന്നെ നമ്മളൊരു ലിപ്സ്റ്റിക്ക് തയ്യാറാക്കുകയാണ്. യാതൊരുവിധ സൈഡ് എഫക്ട്സും ഇല്ല. നമ്മൾ വീട്ടിൽ തന്നെ കിട്ടുന്ന നാച്ചുറലായിട്ടുള്ള സംഭവങ്ങൾ വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ ധൈര്യമായിട്ട് ഇനി ഇതുപോലെ തയ്യാറാക്കിയിട്ട് മക്കൾക്കൊക്കെ കൊടുക്കുക കേട്ടോ. പിന്നെ ആമിട്ടിരിക്കുന്ന ഈ ഒരു ഡ്രസ്സ് മീഷോന്ന് വാങ്ങിയതാണ്. വെറും 170 രൂപ മാത്രമേ ഉള്ളൂ. പക്ഷെ നല്ല ഡ്രസ്സാണ് കേട്ടോ. ഇപ്പോഴും ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. ഇത് വാങ്ങിയിട്ട് ഏകദേശം 2 വർഷത്തിൻ്റെ മുകളിലായി. പക്ഷേ ഇപ്പോഴും അവൾ യൂസ് ചെയ്യുന്ന ഡ്രസ്സാണ്. ഇത് നമുക്ക് ട്യൂഷനും അങ്ങനെ അടുത്തൊക്കെ പോകുമ്പോൾ ഇടാനും അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് വേണമെങ്കിൽ അങ്ങനെയും ഇടാം. അപ്പോൾ സംഭവം നല്ലൊരു ഡ്രസ്സാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ ഡ്രസ്സിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടേക്കാം. അപ്പോൾ അതിൽ പോയിട്ട് നോക്കിയാൽ മതി. ഓൺലൈനിൽ നിന്ന് ഇനിയിപ്പോൾ മീഷോയിൽ ഡയറക്റ്റ് പോയി നോക്കിയാലും ഇതുപോലെ പല ഡ്രസ്സും ഉണ്ടാകും. പക്ഷേ ഞാൻ വാങ്ങിച്ചിരിക്കുന്ന സെയിം ലിങ്ക് തന്നെ നിങ്ങൾക്ക് ഈ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. ഇനി മറ്റുള്ളതിൻ്റെ കാര്യമൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഈ ഡ്രസ്സിൻ്റെ കറക്റ്റ് ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. നമുക്ക് എന്തായാലും ഇനി വീഡിയോയിലോട്ട് കിടക്കാം. നമ്മുടെ ഈ ലിപ്സ്റ്റിക് ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ട് വേണ്ടത് ബീട്രൂട്ടാണ്. കാരണം നമുക്കൊരു നാച്ചുറൽ കളർ തരും. ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കളേഴ്സൊന്നും നമ്മളിതിൽ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ പിന്നെ ബീട്രൂട്ട് അല്ലാതെ വേറൊരു ഓപ്ഷനും ഇല്ല. ഇതിനി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ച് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. ഒട്ടും വെള്ളം ചേർക്കാതെ വേണം നമുക്കിതിൻ്റെ ജ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ട്. ഈർപ്പമൊന്നും ഇല്ലാത്ത ഒരു ബൗളിലേക്ക് ഈ ഒരു ജ്യൂസ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്രത്തോളം നമുക്ക് ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇതിലൊട്ടും വെള്ളം ഒഴിക്കാതെയാണ് ജ്യൂസ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അതിന് അടി കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഗ്യാസ് സ്റ്റൗ ഓൺ ആക്കിയിട്ട് കൈ വെച്ച് നന്നായിട്ട് ഇളക്കി, അതായത് അടിയിൽ പിടിക്കാതെ കരിഞ്ഞു പോവാതെയും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊന്ന് കുറുക്കിയെടുക്കണം. പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിലൊന്നും വെച്ചേക്കരുത്. അപ്പോൾ നിങ്ങൾക്കിത് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും എത്രത്തോളം ഇത് കുറുക്കിയെടുക്കണം എന്നുള്ളത്. അപ്പോൾ ഇതുപോലെ ഈ ഒരു ടൈമിൽ തന്നെ ഇതിൻ്റെ കളർ നന്നായിട്ട് മാറും. നല്ല ഡാർക്ക് കളറിലോട്ടേക്ക് ഇത് വരും കേട്ടോ. അപ്പോൾ ഇങ്ങനെ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഏതാണ്ട് ഒരു 2 ടേബിൾ സ്പൂണിൽ താഴെ, ഒരു 1.5 ടേബിൾ സ്പൂണൊക്കെ ആയിട്ടുണ്ട്. ഇതിനി നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. ഒട്ടും വെള്ളമൊന്നും ഇല്ലാത്ത നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇത് ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണൊക്കെ ഉണ്ടാവുള്ളൂ. അത്രയ്ക്ക് നമ്മൾ കുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കുമ്പോഴാണ് ഇതൊരു ലിപ്സ്റ്റിക്കിൻ്റെ ഒരു സ്ട്രക്ചറിലോട്ട് വരുന്നത്. അപ്പോൾ അതിനായിട്ട് അത്യാവശ്യമായിട്ട് വേണ്ടതെന്ന് പറയുന്നത് ബീസ് വാക്സ് ആണ്. കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഈ ബീസ് വാക്സ് എന്ന് പറയുന്നത്. തേൻമെഴുക് എന്ന് പറയും. ആയുർവേദ കടകളിൽ, അതായത് നമ്മൾ അങ്ങാടിക്കട എന്ന് പറയുമല്ലോ, അതുപോലത്തെ സ്ഥലത്താണ് ഇത് സാധാരണ കണ്ടിട്ടുള്ളത്. സൂപ്പർ മാർക്കറ്റിലൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. ഇനി അറിയില്ല. പലരും നമ്മളെ കഴിഞ്ഞ കമൻറ്റിലും അല്ലാതെയും ഒക്കെ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എവിടെ നിന്ന് കിട്ടും, എങ്ങനെ കിട്ടും എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നിങ്ങൾ അവിടെ ഒന്ന് ചോദിച്ചു നോക്കുക കേട്ടോ. ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഇതുപോലൊരു ആയുർവേദ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പിൽ നിന്നാണ്. അപ്പോൾ ഇതെന്തായാലും നിർബന്ധമായിട്ട് നമുക്ക് വേണ്ട സംഭവമാണ്. ഇതിൻ്റെ അളവ് എന്ന് പറയുന്നത് നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കണേ. ഞാനിവിടെ ഏകദേശം 2 ടേബിൾ സ്പൂണിന് താഴെയാണെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ 2 ടേബിൾ സ്പൂണാണ് നമ്മുടെ ബീട്രൂട്ടിൻ്റെതെങ്കിൽ കൂടി നമ്മൾ എടുക്കേണ്ട ബീസ് വാക്സ് എന്ന് പറയുന്നത് 20 ഗ്രാമാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂണിന് 20 ഗ്രാം എന്ന കണക്കിൽ എടുത്താൽ മതി. അപ്പോൾ ഇത് ഞാൻ പെട്ടെന്നൊന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള് അതും കൂടി എടുത്തിട്ടുണ്ട്. 2 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ ബീട്രൂട്ടിൻ്റെ കണക്കിനാണ് ഞാൻ ഈ പറയുന്നത്. ഒരു പിന്നു കൊണ്ടോ അല്ല സൂചി കൊണ്ടോ ജസ്റ്റ് ഒന്ന് കുത്തിയിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ബൗളിലേക്ക് ആക്കാൻ പറ്റും. ഗ്രീൻ കളറുള്ളത് ഒഴിവാക്കിയേക്കാം. ഇനി നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അതിനെ ഡയറക്റ്റ് ഒരിക്കലും കുക്ക് ചെയ്യരുത്. ഇതുപോലെ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കുക, അതിൻ്റെ മുകളിൽ വേണം നമുക്ക് ഈ ബൗൾ വെച്ച് കൊടുക്കാൻ. ആ ഒരു ടൈമിൽ വേണം നിങ്ങൾക്ക് ഹൈ ഫ്ലെയിമിലൊക്കെ വെക്കാം, കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് മെൽട്ടായി കിട്ടും. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് ഷിയ ബട്ടറൊക്കെ ചേർക്കാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഈ തേൻമെഴുകിൻ്റെ അളവ് ഒന്ന് കുറച്ചാൽ മതി. ഒരു 15 അല്ലെങ്കിൽ ഒരു 12 ഗ്രാമൊക്കെ തേൻമെഴുക് എടുക്കുക, ബീസ് വാക്സ് എടുക്കുക. പിന്നെ അതിന് ബാക്കിയായിട്ട് നമുക്ക് ഷിയ ബട്ടർ എടുക്കുക. അങ്ങനെ ടോട്ടൽ ഒരു 20 ഗ്രാം എന്ന ലെവലിൽ എടുത്താൽ മതി 2 ടേബിൾ സ്പൂൺ ബീട്രൂട്ടിൻ്റെതിന്. ഇത് നമ്മളായി കഴിഞ്ഞാൽ ഉടനെ തന്നെ ബോട്ടിലേക്ക് മാറ്റണം. തണുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് സെറ്റായി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പാത്രമൊക്കെ അടുപ്പത്ത് വെക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഏത് കണ്ടെയ്നറിലേക്കാണോ ഇത് ഒഴിക്കുന്നത് അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്ത് തന്നെ വെച്ചേക്കുക കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പറ്റിയൊരു അബദ്ധമാണ്.
ഞാൻ നമ്മുടെ കഴിഞ്ഞു പോയ ലിപ്സ്റ്റിക്കിൻ്റെ ഒരു ബോട്ടിലേക്കായിരുന്നു ഇത് ഒഴിച്ചിട്ടുണ്ടായത്. പക്ഷേങ്കിൽ അങ്ങനെ ചെയ്യരുത്. ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സാധാരണ ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കുന്ന പോലെ ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാലേ ഇത് മുകളിലോട്ടേക്ക് വരില്ല. അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയിട്ടുണ്ട്. ഇനി ഏതെങ്കിലും മോൾഡിലേക്ക് ഒഴിച്ച് ലിപ്സ്റ്റിക്കിൻ്റെ മോൾഡ് ഉണ്ടെങ്കിൽ അതിലേക്ക് ഒഴിച്ച് സെറ്റായതിന് ശേഷം ഇതുപോലെ ലിപ്സ്റ്റിക്കിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇല്ല, മോൾഡൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും നല്ല വൃത്തിയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും കണ്ടെയ്നർ ഉണ്ടാവുമല്ലോ, അതിൽ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാലും മതി. നമുക്ക് വീട്ടിൽ തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ലേ, സെയിലൊന്നുമല്ലല്ലോ. പിന്നെ ഇത് ഞാൻ വീഡിയോ കാണിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇതുപോലെ ഒന്ന് സാഹസികം കാണിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കി ബാലൻസ് വരുന്നത് ഞാൻ ഇതുപോലെ ഒരു കണ്ടെയ്നറിലാക്കിയിട്ടുണ്ടായിരുന്നു. അതും പെട്ടെന്ന് തന്നെ ഇത് സെറ്റ് ആവും കേട്ടോ. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ നമ്മൾ റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചാൽ മതി. അതും ഇതുപോലെ ലിപ്സ്റ്റിക്ക് പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെന്താ, കൈകൊണ്ട് തന്നെ ലിപ് ബാമൊക്കെ ഉപയോഗിക്കുന്ന പോലെ വിരൽ വെച്ചിട്ട് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്നറിയാം. കാരണം നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കുന്നതല്ലേ, അപ്പം അതിൻ്റേതായ ഒരു സന്തോഷം എന്തായാലും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് പറ്റുമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കടയിൽ നിന്നൊക്കെയുള്ള ലിപ്സ്റ്റിക്ക് കഴിയുന്നതും മക്കൾക്ക് കൊടുക്കാതിരിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.